ആസ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ഏറ്റവും അടുത്ത ചില ആൾക്കാർ നിങ്ങളുടെ ഫാമിലി ആയും അല്ലെങ്കിൽ ഫ്രണ്ട്സായും ഒക്കെ കണ്ടിരുന്ന ചില വ്യക്തികൾ നിങ്ങളോട് മോശമായിട്ട് പെരുമാറി. ഒന്നുകിൽ അത് ഈ അടുത്താകാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിലാകാം. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങളിൽ എന്തോ ഒരു പ്രത്യേകത അല്ലെങ്കിൽ സ്പെഷ്യലായിട്ടുള്ള എന്നാൽ അവരിലില്ലാത്ത എന്തോ ഒന്ന് നിങ്ങളിലുണ്ട് എന്ന് അവർ കണ്ടു. അത് അവർക്ക് വേണമെന്ന് ഒരിക്കൽ അവർ ആഗ്രഹിച്ചിരുന്നു, എന്നാൽ അവർക്ക് അത് ലഭിച്ചിരുന്നില്ല. അത് നിങ്ങളിലെ വെളിച്ചമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയാണ്, നിങ്ങളുടെ ഓറയാണ്. ഇതെന്ന് പറയുന്നത് അവർക്ക് എവിടെ നിന്നും വാങ്ങാനോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ പഠിക്കാനോ അല്ലെങ്കിൽ കോപ്പി അടിക്കാനോ ഒന്നും പറ്റുന്ന ഒന്നല്ല എന്ന് കാണാം. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഹയർ പവറിൽ നിന്നും ലഭിച്ച ഒരു സമ്മാനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്നാൽ അവർക്കിത് നിങ്ങളോട് തുറന്നു പറയാൻ താല്പര്യമില്ല. അവരിങ്ങനെ നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ഒരു പ്രകാശത്തെ ഇഷ്ടമാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങളോട് തുറന്നു പറയാൻ അവർ താല്പര്യപ്പെടുന്നുമില്ല. നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധു ആണെങ്കിൽ പോലും അവർ നിങ്ങളോട് ഇത് തുറന്നു പറഞ്ഞിട്ടില്ല. നിങ്ങളിൽ ഈ ഒരു പ്രകാശം അവർ കണ്ടത് അവർ നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ടില്ല എന്ന് കാണുന്നു. കാരണം ഇപ്പോൾ ഒരു കമ്പനിയുടെ ഉടമസ്ഥൻ തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന വ്യക്തികളോട് ഒരിക്കലും നിങ്ങൾ ചെയ്യുന്ന ജോലിക്കനുസരിച്ചുള്ള പൈസ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല ഈ ജോലിയിൽ നിന്നും എന്ന് പറയില്ല, അല്ലേ? അവർക്ക് ലഭിക്കുന്ന സാലറി കുറവാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ കൂടുതൽ അർഹിക്കുന്നുണ്ട് എന്ന് ആ ഒരു എംപ്ലോയർ ഒരിക്കലും തൻ്റെ ജോലിക്കാരന്മാരോട് പറയാറില്ല. കാരണം ഈ ഉടമസ്ഥനും ഈ ജോലിക്കാർ ചെയ്യുന്ന ജോലിയിൽ നിന്നുള്ള ലാഭം ലഭിക്കുന്നുണ്ട്. ഈ ഒരു ജോലിക്കാരന് കൊടുക്കുന്നതിലും ഇരട്ടി ഈ ഒരു ഉടമസ്ഥന് ലഭിക്കുന്നുണ്ട് ആ ഒരു ബിസിനസ്സിൽ നിന്നും. എന്നാൽ ഒരിക്കലും അയാൾ ഈ ഒരു എംപ്ലോയിയോട് നേരിട്ട് ഈ ഒരു കാര്യം പറയില്ല. കാരണം അയാൾക്ക് ആ ജോലിക്കാരിൽ നിന്നും ലാഭം വേണം, അല്ലേ? അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ഈ പ്രകാശത്തെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞാൽ അവർ നിങ്ങളെക്കാൾ താഴെയായി പോകും, അല്ലെങ്കിൽ അവരുടെ പൊസിഷൻ നിങ്ങൾക്ക് താഴെ വെക്കേണ്ടി വരും എന്നുള്ള ഒരു ചിന്തയാണ് ഈ വ്യക്തികളിലുള്ളത്. നിങ്ങൾ ആ ഒരു രീതിയിൽ ചിന്തിച്ചിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ പോലും നിങ്ങളെല്ലാവരെയും നിങ്ങളെപ്പോലെ ഈക്വലായിട്ടാണ് കാണുന്നതെങ്കിലും അവരുടെ ഈഗോ നിങ്ങളോട് പറയാൻ അനുവദിക്കില്ല അല്ലെങ്കിൽ അനുവദിച്ചിട്ടില്ല എന്ന് കാണാം. നിങ്ങൾ പലപ്പോഴും പല തീരുമാനങ്ങളും അല്ലെങ്കിൽ കാര്യങ്ങളും ഒക്കെ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നായിരുന്നു എന്ന് കാണുന്നു. നിങ്ങളുടെ ബ്രെയിൻ യൂസ് ചെയ്തല്ല, ഹൃദയത്തിൻ്റെ തീരുമാനം അനുസരിച്ചിട്ടാണ് പലപ്പോഴും നിങ്ങൾ തീരുമാനിച്ചിരുന്നത്. കാരണം നിങ്ങൾ ഡിവൈൻ കോൺഷ്യസ്നെസ് ആണ് നിങ്ങൾ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഡിവൈൻ കോൺഷ്യസ്നെസ്സിൽ ജീവിക്കുന്നവരാണ്. എന്നാൽ അവർ കാര്യങ്ങൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അവരെ ഭരിക്കുന്നത് അവരുടെ ഈഗോയാണ് എന്ന് കാണാം. അതുകൊണ്ട് തന്നെയാണ് അവരെപ്പോഴും എല്ലാ കാര്യത്തിലും നിങ്ങളെ കമ്പയർ ചെയ്യാൻ ശ്രമിച്ചിരുന്നത്. പിന്നെ നിങ്ങളെ മാത്രമല്ല അവർ ഇങ്ങനെ കമ്പയർ ചെയ്തിരുന്നത്, അവർ ആരൊക്കെയായിട്ട് ഇടപെടുന്നോ ആ എല്ലാ വ്യക്തികളോടും അവരെയും കമ്പയർ ചെയ്യുമായിരുന്നു എന്ന് കാണാം. അവരെപ്പോഴും അവരെ എല്ലാവർക്കും മുകളിൽ വെക്കാനായിരുന്നു അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത്. മെയിൻ അല്ലെങ്കിൽ ലീഡർ, പ്രധാനപ്പെട്ട വ്യക്തി എന്നുള്ള രീതിയിലൊക്കെ മറ്റുള്ളവർ അവരെ കാണണമെന്ന് അവർ വലുതായിട്ട് ആഗ്രഹിച്ചിരുന്നു. നിങ്ങൾക്ക് ഒരു നിഷ്കളങ്കമായ ഹൃദയം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളെ തളർത്താൻ അവർ ശ്രമിച്ചു. അതുപോലെ നിങ്ങളിൽ നിന്നും ആ ഒരു പ്രകാശം എടുത്തു കളയാൻ അവർ ശ്രമിച്ചിരുന്നു. നിങ്ങളുടെ സ്പിരിറ്റിനെ തന്നെ തകർക്കാൻ അവർ ശ്രമിച്ചു. പക്ഷേ അവരെത്രയൊക്കെ ശ്രമിച്ചിട്ടും അവർക്ക് നിങ്ങളുടെ സ്പിരിറ്റിനെ തകർക്കാൻ അല്ലെങ്കിൽ തകർത്ത് കളയാൻ കഴിഞ്ഞില്ല. അവർ നിങ്ങളെ വേദനിപ്പിച്ചു. ആ ഒരു വേദന നിങ്ങൾക്ക് അനുഭവപ്പെടുകയും ചെയ്തു ആ ഒരു സമയത്തേക്ക്. എന്നാൽ നിങ്ങൾ തിരികെ അതിൽ നിന്നും എഴുന്നേറ്റ് വന്നതായി കാണാം. നിങ്ങൾ ഇന്ന് വീണ്ടും നിങ്ങളുടെ സമാധാനം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതായി കാണാം. ഇത് തന്നെയാണ്, നിങ്ങളുടെ ഈ ഒരു സ്വഭാവം തന്നെയാണ് ഈ വ്യക്തികളെ ഇന്ന് കൂടുതൽ പ്രകോപിതരാക്കുന്നത്, അല്ലെങ്കിൽ അവരിൽ വളരെയധികം ദേഷ്യവും ഫ്രസ്ട്രേഷനും ഉണ്ടാക്കുന്നത് എന്ന് കാണാം. അതുപോലെ ഈ വ്യക്തികൾക്ക് നിങ്ങളോട് വളരെയധികം അസൂയയുണ്ട്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അവർ കാണുന്നു. നിങ്ങളിലെ പ്രകാശം അവർ കാണുന്നു. നിങ്ങളിലെ തിളക്കം അവർ പലപ്പോഴായി ശ്രദ്ധിക്കുന്നതായി കാണാം. അവരിന്ന് എന്തൊക്കെയോ മേഖലകളിൽ സ്റ്റക്കായി നിൽക്കുന്നതായിട്ട്, ഏതൊക്കെയോ മേഖലകളിൽ ഒരു തടസ്സം അവർ നേരിടുന്നതായിട്ട്
കാണുന്നു. അതുപോലെ അവരുടെ ജീവിതം ഇന്ന് വളരെയധികം മിസറബിൾ ആണ് എന്ന് കാണാം. നിങ്ങളിൽ നിന്നും പല കാര്യങ്ങളും അവർ കോപ്പി അടിക്കാൻ ഇന്ന് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരിക്കൽ നിങ്ങളെ ശത്രുവായി കണ്ടിരുന്ന ചില വ്യക്തികൾ ഇന്ന് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ആകാംക്ഷയോടെ അറിയാൻ കാത്തിരിക്കുന്നതായി കാണുന്നു. അതുപോലെ ചില വ്യക്തികളിൽ മാറ്റം വരാൻ നിങ്ങൾ കാരണമായി. ചില വ്യക്തികൾക്ക് നിങ്ങളിൽ നിന്നും മോട്ടിവേഷൻ കിട്ടിയതായും കാണുന്നു. അതുപോലെ ചില വ്യക്തികൾക്ക് ഇന്ന് രാവിലെ എഴുന്നേൽക്കാൻ പോലും ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ താല്പര്യമില്ലാത്തതുപോലെ തോന്നുന്നു. കാരണം അവരുടെ ജീവിതം ഇന്ന് വളരെയധികം മോശകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടെയാണ് പോകുന്നത്. അതിന് കാരണം ഒരിക്കൽ അവരെ കാണിച്ചിരുന്ന ഈഗോയും അഹങ്കാരവും തന്നെയാണ്. അവർക്കറിയാം അവർ നിങ്ങളോട് തെറ്റ് ചെയ്തു എന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ എന്ന് അവർ ചിന്തിക്കുന്നു. പലപ്പോഴും അങ്ങനെ കാണുന്നു. നിങ്ങളോട് മോശമായിട്ട് പെരുമാറണ്ടായിരുന്നു എന്ന് അവർ ചിന്തിക്കുന്നു. പക്ഷേ ഇനി ഒരിക്കലും നിങ്ങൾ ഈ വ്യക്തികളെ തിരികെ സ്വീകരിക്കില്ല എന്നും ഈ ഒരു വ്യക്തികൾക്ക് തീർച്ചയായിട്ടും അറിയാം. അത്രയും മോശമായിട്ടായിരിക്കണം ഈ ഒരു വ്യക്തികൾ നിങ്ങളെ ഒരിക്കലും ട്രീറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് അവർക്കും ഈ ഒരു ബോധ്യമുള്ളത്. സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.